ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ സീരീസിൽ ഒരു മെയിൻ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഏതൊക്കെ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള CPU ഇൻറ്റൻസീവ് ടാസ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് സപ്പോസ് ഒരുപാട് ടൈം എടുക്കുന്ന എന്തെങ്കിലും കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വിചാരിക്കാം, അല്ലെങ്കിൽ ഇമേജിനെ കംപ്രസ് ചെയ്യല്ലേ. അപ്പോൾ ഇതിനൊക്കെ ബേസിക്കലി ഒരുപാട് ടൈം എടുക്കും. അതുപോലെ തന്നെ CPU-ന് ഒരുപാട് വർക്ക് ലോഡ് വരുന്ന ഫീച്ചേഴ്സാണ് ഇതൊക്കെ. അപ്പം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നോഡിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. അപ്പം അത് ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നോഡിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്ന് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി കുറച്ച് എല്ലാം മൊത്തത്തിലൊരു ഓവറോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോഡിൻ്റെ ആർക്കിടെക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ത്രെഡ് ലാംഗ്വേജ് ആണ്. സോ നമ്മളതിനെ അതിൽ അസിൻക്രണസ് ഓപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോഡിൽ libUV ലൈബ്രറി ഉള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മുടെ നോഡിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് V8 എഞ്ചിൻ ഉള്ളത്. V8 എഞ്ചിനകത്തായിരിക്കും കോൾ സ്റ്റാക്ക് ഉള്ളത്. കോൾ സ്റ്റാക്കിനകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബേസിക്കലി എക്സിക്യൂട്ട് ചെയ്യണത്. പിന്നെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീപ്പ് മെമ്മറി ഉണ്ട്. പിന്നെ നമുക്ക് മെമ്മറിയിലേക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർബേജ് കളക്ടർ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അസിൻക്രണസ് ഓപ്പറേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓഫ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ libUV ലൈബ്രറിയിലേക്കായിരിക്കും. libUVയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഈവൻ ലൂപ്പ് ഉണ്ട്. ഈവൻ ലൂപ്പാണ് ബേസിക്കലി ക്യൂസും കോൾ സ്റ്റാക്കിനെ മോണിറ്റർ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യണത്. അവൈലബിലിറ്റി അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യണത് ഈവൻ ലൂപ്പ് ആയിരിക്കും. പിന്നെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂസിൽ വരുന്നതാണ് മൈക്രോ ക്യൂവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫയൽ സിസ്റ്റം ഹാൻഡ്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു ത്രെഡ് പൂൾ ഉണ്ട്. ബൈ ഡീഫോൾട്ട് 4 ത്രെഡാണുള്ളത്. ഇതിലായിരിക്കും നമുക്ക് ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് എന്തെങ്കിലും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ത്രെഡ് പൂൾ ഹാൻഡിൽ ചെയ്തോളും. സോ ബേസിക്കലി ഇതെല്ലാം വർക്ക് ചെയ്യണത് മെയിൻ ത്രെഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈം എടുക്കുന്ന കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഈ മെയിൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കാൻ പോകുന്ന ഫീച്ചർ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഫോർ ലൂപ്പ് നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യണത്. അതായത് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യണതും അതിൽ കുറച്ച് നമ്പർ ഇട്ടിട്ട് അത്രയും ടൈം എടുക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ആദ്യം അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ സമയത്ത് എന്താണ് ഇഷ്യൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രോജക്റ്റിൽ ഒരു റിപ്പോർട്ട്, ഒരു അനാലിസിസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതായിരിക്കും നമ്മൾ ജസ്റ്റ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ബാക്ക് ആൻഡ് ഫോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ SRC ഫോൾഡർ, പിന്നെ സർവീസസ്, അതിൽ നമുക്ക് ഇതുണ്ടല്ലോ ലീഡ് സർവീസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒരു മെത്തേഡ് കൂടി ഇവിടെ ആഡ് ചെയ്യാം. അസിങ്ക് ജനറേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ മെത്തേഡ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഇത് വേണം, വേരിയബിൾ സെറ്റ് ചെയ്യണം. സോ ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ലെറ്റ് കൗണ്ട് നമ്മൾ 0 വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്യണം. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ലെറ്റ് I assign 0 I less than, ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു നമ്പർ കൊടുക്കാം. 5 ഇട്ടിട്ട് 1 2 3 4 5 6 7 8 9 10 ഒരു 10 പൂജ്യം കൊടുക്കണം. ദെൻ I ഇൻക്രിമെന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഇൻക്രിമെന്റ് ചെയ്യും I എന്നുള്ളത്. ഓക്കെ, അപ്പം അത്രയും ടൈം എടുക്കും. അത്യാവശ്യം എനിക്ക് ഒരു 8-10 സെക്കൻഡ് എടുക്കുകയായിരിക്കും. ദെൻ ഇത് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യണം. ഫോർ ലൂപ്പിൽ ആ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആയിരിക്കും ഇവിടുന്ന് റിട്ടേൺ ചെയ്യണത്. റിട്ടേൺ കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമ്മുടെ കൺട്രോളേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് കോൺസ്റ്റ് ഗെറ്റ് അനാലിസിസ് എന്ന് പറയാം. അസിങ്ക് റിക്വസ്റ്റ് റെസ്പോൺസ് ഒരു ക്യാച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അവൈറ്റ് ലീഡ് സർവീസ് ഡോട്ട്
ജനറേറ്റ് അനാലിസിസ്. നമുക്ക് എന്ത് കിട്ടും? കൗണ്ട് കിട്ടും. ഇവിടെ കോൺസ്റ്റ് കൗണ്ട് ആയിരിക്കും ക്ലൈന്റ് സൈഡ് സെൻഡ് ചെയ്യണത്. റെസ്പോൺസ് ഡോട്ട് ജേസോൺ എന്ന് പറഞ്ഞിട്ട് അനാലിസിസ് ജനറേറ്റർ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഈ കൗണ്ട് പാസ് ചെയ്യാം. ഓക്കെ, എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് 400 ഡോട്ട് ജേസോൺ മെസ്സേജ് ലീഡർ ഔട്ടർ ഡോട്ട് ഗെറ്റ് അനാലിസിസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം നമ്മൾ അനാലിസിസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യും. അതേസമയം തന്നെ നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് യൂസേഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടാനുള്ള റിക്വസ്റ്റ് കൂടി കൊടുക്കും. ഇവ രണ്ടും ഒരുമിച്ച് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൊടുക്കുന്നത് അനാലിസിസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് കൊടുക്കുന്നത് നമ്മുടെ യൂസേഴ്സിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഗെറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ റിക്വസ്റ്റ് കൊടുക്കുന്നു. അതേ സമയം തന്നെ ഗെറ്റ് ഓൾ ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂസേഴ്സിൻ്റെ ഫുൾ ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഒരുമിച്ച് കൊടുക്കണം. നമുക്ക് ആദ്യം ഇത് കൊടുക്കാം, അപ്പോൾ തന്നെ ഇവിടെ വന്നിട്ട് അതും കൊടുക്കാം. സോ ഗെറ്റ് അനാലിസിസിന് ഇവിടെ സെൻഡ് കൊടുക്കാണ്. ദെൻ അതിനുശേഷം ഗെറ്റ് ഓൾ ലീഡ്സും കൊടുക്കാണ്. ഇവിടെ കൊടുക്കുന്ന സമയത്ത് നോക്കി ഇവിടെ സംഭവം എക്സിക്യൂട്ട് ആവുന്നില്ല, കാരണം ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് യൂസേഴ്സിന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 51 സെക്കൻഡ് ഇവിടെ എടുത്തു. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ മെയിൻ ത്രെഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ത്രെഡ് ആദ്യമേ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂസേഴ്സിന് ഡാറ്റ ഫെച്ച് ചെയ്യുന്ന സമയത്ത് അത് കിട്ടാണ്ടിരുന്നത്. സോ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? സോ ബേസിക്കലി ഇതുപോലെ CPU ഇൻറ്റൻസീവ് ടൈം എടുക്കുന്ന ഈ കാൽക്കുലേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്കർ ത്രെഡ്സ് യൂസ് ചെയ്യണത്. സോ വർക്കർ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്കർ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂള് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് വർക്കർ ത്രെഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ വർക്കർ ത്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് ഓരോ വർക്കർ ത്രെഡിനും അതിന് സെപ്പറേറ്റ് V8 എഞ്ചിൻ ഉണ്ടാവും. കോൾ സ്റ്റാക്ക്, ഹീപ്പ്, ഗാർബേജ് കളക്ടർ, ഈവൻറ്റ് ലൂപ്പ്, ക്യൂസ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. സോ നമുക്ക് അങ്ങനെ ടൈം എടുക്കുന്ന ഇതെല്ലാം നമുക്ക് ഓഫ്ലോഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വർക്കർ ത്രെഡിലേക്ക് ഓഫ്ലോഡ് ചെയ്യാൻ പറ്റും. ദെൻ അതിനുശേഷം ഇവിടുന്ന് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത് റിട്ടേൺ നമുക്ക് റിസൾട്ട് വരും. ദെൻ നമുക്കിത് ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി നമുക്ക് മെയിൻ ത്രെഡ് ബ്ലോക്ക് ചെയ്യാതെ തന്നെ ഈ ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം വർക്കർ ത്രെഡിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ ബേസിക്കലി നമുക്ക് വർക്കർ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് വർക്കർ എന്നുള്ളത്. ദെൻ അതിനുശേഷം നമ്മൾ വർക്കർ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു പാത്ത് പാസ് ചെയ്തിട്ടുണ്ടാകും, ഒരു ഫയൽ പാത്ത് പാസ് ചെയ്തിട്ടുണ്ടാകും. സോ ഈ ഫയൽ പാത്തിനകത്തായിരിക്കും നമ്മൾ വർക്കർ ത്രെഡിനകത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡും കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവുക. ദെൻ അതിനുശേഷം നമ്മൾ പാസ് ചെയ്തതിന് ശേഷം അത് അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഈവൻറ്റ് എമിറ്റ് ചെയ്യാം. ഈ എമിറ്റ് ചെയ്യുന്ന ഈവൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഈവൻറ്റ് മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്ന വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ റിസൾട്ട് തിരിച്ചു വരില്ല, ആ ഈവൻറ്റ് മെസ്സേജ് നമ്മൾ ക്യാച്ച് ചെയ്യണത്. അതിനുശേഷം അത് റിസീവ് ചെയ്യുന്ന റെസ്പോൺസ് ആയിട്ട് കിട്ടുന്ന ആ ഡാറ്റ നമ്മൾ നേരെ ക്ലയൻറ്റ് സൈഡിലോട്ട് പാസ് ചെയ്യും. സോ ബേസിക്കലി ഈ രീതിയിലായിരിക്കും വർക്കർ ത്രെഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. സോ അങ്ങനെ വരുന്ന സമയത്ത് മെയിൻ ത്രെഡ് ബ്ലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പാരലായിട്ട് വർക്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ആദ്യം നമുക്ക് ആ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ വന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തേക്കാം, യൂട്ടിൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്ടിൽസ്. അതിനുശേഷം ഒരു ഫയലിന് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം.
അനലിറ്റിക്സ് വർക്കർ ഡോട്ട് ജെ എസ് എന്ന് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള കോഡ് ഉണ്ടല്ലോ, എവിടെയായിരുന്നു, സർവീസിലല്ലേ, ഇവിടുന്ന് എഴുതിയിട്ടുള്ള ലൂപ്പിൻ്റെ ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ബേസിക്കലി നമ്മൾ ഇത് ഇവിടെ വർക്കർ ത്രെഡിൽ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ഈവൻ്റ് ആയിട്ട്. അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കർ ത്രെഡിൻ്റെ മൊഡ്യൂൾ ആവശ്യമുണ്ട്. അപ്പം വർക്കർ ത്രെഡ്സ്, ഇതിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്, പേരന്റ് പോർട്ട് എന്ന് പറഞ്ഞിട്ട്. പേരന്റ് പോർട്ട് ആയിരിക്കും നമുക്ക് മെസ്സേജ് ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത്. പേരന്റ് പോർട്ട് ഡോട്ട് പോസ്റ്റ് മെസ്സേജ്, ഇതിനകത്തായിരിക്കും റിസൾട്ട്, കൗണ്ട് എന്നുള്ള റിസൾട്ട് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യണത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ലീഡ് സർവീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാത്ത് ആക്സസ് ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്യണം. സോ ഇമ്പോർട്ട് പാത്ത് ഫ്രം പാത്ത്, അതുപോലെ തന്നെ URL പാത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഫ്രം URL. അതിനകത്ത് ഫയൽ URL ടു പാത്ത് എന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇത് ബേസിക്കലി നമ്മൾ അബ്സല്യൂട്ട് ഫയൽ നെയിമും പാത്തും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം ഡയറക്ടറിനെ എടുക്കാം. ആദ്യം നമുക്ക് ഫയൽ നെയിം എടുക്കാം. ഫയൽ URL പാത്ത്. സോ ഇതിനകത്ത് ഇമ്പോർട്ട് മെറ്റ ഡോട്ട് URL. നമ്മൾ സോ ബേസിക്കലി നമ്മൾ ES മൊഡ്യൂൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ഇത് ഈ കോഡൊക്കെ വരുന്നത്. നമ്മൾ കോമൺ JS ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫയൽ നെയിം ആക്സസ് ചെയ്യാറുണ്ട്. സോ ഇനി നമുക്ക് ഫയൽ നെയിം വേണം, അതുപോലെ തന്നെ ഡയറക്ടറി നെയിമും വേണം. പാത്ത് ഡോട്ട് ഡയറക്ടറി നെയിം, ദെൻ ഫയൽ നെയിം പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വർക്കർ കൺസ്ട്രക്ടർ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഫ്രം വർക്കർ ത്രെഡ്സ്, ഇതിനകത്തായിരിക്കും വർക്കർ കൺസ്ട്രക്ടർ ഉള്ളത്. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറേറ്റർ അനാലിസിസ് എന്ന് പറഞ്ഞ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പാസ് ചെയ്യേണ്ട കോഡുള്ളത് ഇവിടെയാണല്ലോ, അനലിറ്റിക്സ് വർക്കർ എന്ന് പറഞ്ഞ ഫയലിനകത്താണ് നമ്മൾ കോഡും കാര്യങ്ങളും എഴുതിയേക്കുന്നത്. സോ നമുക്ക് ഈ ഫയലിൻ്റെ ആബ്സല്യൂട്ട് പാത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റ് വർക്കർ പാത്ത് എന്ന് കൊടുക്കാം. അതിന് ശേഷം പാത്തിനകത്തുള്ള റിസോൾവ് മെത്തേഡ് യൂസ് ചെയ്യാം. റിസോൾവ്, പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള ഡയറക്ടറി നെയിം ഉണ്ട്, ദെൻ കോമ ഇട്ടിട്ട് ആ ഫയലിൻ്റെ പാത്ത് കൊടുത്താൽ മതി. സോ യൂട്ടിൽസ് ഫോൾഡറിനകത്ത് അനലിറ്റിക്സ് വർക്കർ ഡോട്ട് JS, ഇതായിരിക്കും നമ്മൾ ന്യൂ വർക്കർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്നത്. വർക്കർ പാത്ത് കോൺസ്റ്റ് ഒരു വർക്കറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സോ നമ്മൾ ബേസിക്കലി ഇവിടേക്ക് പാസ് ചെയ്തു, ഈ ഫയൽ ഇവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് ഈവൻറ്റ് എമിറ്റ് ചെയ്യാം. സോ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ ക്യാച്ച് കൊടുക്കാം. ട്രൈ ക്യാച്ച്, സോ കോൺസ്റ്റ് ഡേറ്റ നമുക്ക് തിരിച്ചു കിട്ടും. അത് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്യണം. നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് നമുക്ക് ഈവൻറ്റ് മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്, എവിടെയാണ് വൺസ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിനുവേണ്ടി നമുക്ക് പാസ് ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കറും
മെസ്സേജ് കൊടുക്കുകയാണ് ഇവൻറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്കിവിടെ ഡേറ്റ കിട്ടിയിട്ടുണ്ട്, വർക്ക് ത്രെഡിൽ നിന്നുള്ള ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാം, റിട്ടേൺ ഡേറ്റ. സോ ക്യാച്ചിന് വേണ്ടിയിട്ട് ഓക്കെ. സോ നമുക്കത് വർക്കൗണ്ട് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് അനലിറ്റിക്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഈ പാത്തിൽ അനലിറ്റിക്സ് കോൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് നേരെ വർക്ക് ത്രെഡിലേക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ യൂസേഴ്സിനെ ഫെച്ച് ചെയ്യാനുള്ള ഇത് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് പാരലായിട്ട് വർക്ക് ത്രെഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ മെയിൻ ത്രെഡിനെ അത് ബ്ലോക്ക് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം അനലിറ്റിക്സ് കോൾ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ വർക്കർ ഇമ്പോർട്ട് ആയിട്ടില്ല, ഇമ്പോർട്ട് ചെയ്യാം. വർക്ക് ത്രെഡ്സ് വർക്കർ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ സെൻഡ് ചെയ്യുന്നു, ഇവിടെ സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഫെച്ച് ചെയ്യാൻ കൊടുക്കുകയാണ്. ഫെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്കിവിടെ ഡാറ്റ കിട്ടി. മെയിൻ ത്രെഡിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. സ്റ്റിൽ ഇവിടെ ഈ റൂട്ട് API അനാലിസിസ് എന്ന് പറഞ്ഞ റൂട്ട് ഇപ്പോൾ സ്റ്റിൽ അവിടെ വർക്ക് ത്രെഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഇപ്പോൾ മാത്രമാണത് ഇത്രയും സെക്കൻഡ് എടുത്തു, 55 സെക്കൻഡ് എടുത്തു. പക്ഷേ നമ്മുടെ യൂസേഴ്സിനെ ഫെച്ച് ചെയ്യുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നില്ല. സോ ബേസിക്കലി ഈ രീതിയിലാണ് നമുക്ക് ഇപ്പം വർക്കർ മെയിൻ ത്രെഡിനെ ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് CPU ഇൻറ്റൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് വരുന്ന സമയത്ത് വർക്കർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണത്. സോ നമുക്ക് അടുത്ത ഒപ്റ്റിമൈസേഷൻ വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.